നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ബാലറ്റ് ബോക്സ് 2K25 സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പൂർത്തിയായി. രാഷ്ട്രീയമായ വിലയിരുത്തലും കൂട്ടിക്കെട്ടലും കഴിയുമ്പോൾ കേരളം എങ്ങോട്ട് എന്ന പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ശനിയാഴ്ച വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ യഥാർത്ഥ ചിത്രം ലഭിക്കുമെങ്കിലും ഇത്തരത്തിലുള്ള കൂട്ടിക്കെഴിക്കലുകളിൽ കൂടി ലഭിക്കുന്ന വിശകലനവും ഫലവുമാണ് പൊതുജനം ഏറെ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ പ്രബലരായ LDF, UDF, NDA മുന്നണികളുടെ പാളയത്തിലെയും പടക്കളത്തിലെയും ഒരു തിരനോട്ടമാണ് ഞങ്ങൾ പ്രമേയമാക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം സമയത്ത് തന്നെ DCC പ്രസിഡന്റ് നേരിട്ട് ഓരോ പഞ്ചായത്തുകളിലും റിവ്യൂ മീറ്റിംഗ് നടത്തി. ആ റിവ്യൂ മീറ്റിങ്ങിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ പാർട്ടി പ്രാദേശിക നേതാക്കന്മാരും പങ്കുവെച്ച ആത്മവിശ്വാസം, അത് ജനങ്ങൾ അവർക്ക് കൊടുത്ത വാക്കും ജനങ്ങൾ അവർക്ക് നൽകിയ പ്രതീക്ഷയും. ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നലെ രാത്രിയിൽ എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരെയും ഞാൻ വിളിച്ചു. അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വോട്ടർമാരെ വായിച്ചെടുക്കുക എന്ന് പറയും. ആ വായനയിൽ വളരെ നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്, അനുകൂലമായ ഒരു വിധിയെഴുത്താണ് നടന്നിരിക്കുന്നതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നേരിട്ടുള്ള മറ്റു തരത്തിലുള്ള മോണിറ്ററിംഗ്, അതും വലിയ വിജയസാധ്യത ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. 71 ഗ്രാമപഞ്ചായത്തിൽ 51 LDF-ആയിരുന്നു. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 ഈരാറ്റോട്ട് പിടിച്ച് LDF-ആണ് നേടിയത്. കുറവ് വന്നത് മുനിസിപ്പാലിറ്റിയാണ്. 6 മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാല, അതിലും അല്പ സമയത്തിന് ശേഷമാണ് ചങ്ങനാശ്ശേരി കിട്ടുന്നത്. ജില്ലാ പഞ്ചായത്തിൽ അന്ന് 22 സീറ്റിൽ 14 ഇടതുപക്ഷം മുന്നിലാണ് കിട്ടിയത്. അതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം ഈ തിരഞ്ഞെടുപ്പിലുണ്ടാകും. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ, അതാണ് സെൻട്രൽ കേരള ഒരു ഏറെക്കുറെ ഒരേ രാഷ്ട്രീയ സമീപനമുള്ള ജില്ലകളാണ്. ഈ ജില്ലകളിൽ ഇന്ന് വരെ കഴിഞ്ഞ 45 വർഷം ഉണ്ടാകാത്ത മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലകളിലുണ്ടാകും. തിരുവനന്തപുരം, കൊല്ലം സ്വാഭാവികമായി നിങ്ങൾക്കറിയാം. തിരുവനന്തപുരം, കൊല്ലവും ഇതിനു മുമ്പും BJP-യുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ഗണത്തിലേക്ക് മധ്യ കേരളം ഈ തെരഞ്ഞെടുപ്പോടുകൂടി എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വലിയ മുന്നേറ്റമുണ്ട്, വലിയ മുന്നേറ്റം. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ വ്യത്യസ്ത കാരണങ്ങളാലെങ്കിലും പ്രതീക്ഷയിലാണ് LDF, UDF, NDA മുന്നണികൾ. 7 ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 11,168 വാർഡുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ LDF, UDF മുന്നണികളുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. NDAക്ക് ഗണ്യമായ സ്വാധീനമുള്ള മേഖലകളുമുണ്ട്.
തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും മേൽക്കൈ നിലനിർത്തി ആലപ്പുഴയിൽ കൂടുതൽ കരുത്ത് കാട്ടാമെന്നും UDF കേന്ദ്രങ്ങളായ എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അട്ടിമറി വിജയം നേടാമെന്നും LDF കരുതുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിലൂടെ മധ്യ കേരളത്തിലെ UDF മേൽക്കോയ്മയ്ക്ക് ഇക്കുറി അറുതി വരുത്താമെന്നും LDF കരുതുന്നു. CPIM പ്രവർത്തകരും കേരള കോൺഗ്രസ് എം പ്രവർത്തകരും തമ്മിൽ താഴെത്തട്ടിലുണ്ടായ ഇഴയടുപ്പം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിന് അടിസ്ഥാനമില്ലാതെയുമില്ല. മധ്യ കേരളത്തിലെ സ്വാധീനം നിലനിർത്തി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇടതുകോട്ടകളിൽ കടന്നുകയറുകയെന്ന ലക്ഷ്യം നേടാനാകുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടെന്ന കണക്കുകൂട്ടലിൽ ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങിയ UDF രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അല്പമൊന്ന് പതറുന്നത് പ്രചരണ മധ്യത്തിൽ ദൃശ്യമായി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമാണ്. ഇനി അതിനെപ്പറ്റി ഫർദറായിട്ട് ചർച്ചയും ഞങ്ങളെ അത് പിടിക്കാതിരിക്കുക അവരുടെ പോലീസിന്റെ ജോലിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ആവശ്യമില്ല. രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പിടിച്ചു നിന്നെങ്കിലും അതിന്റെ ആഘാതം വോട്ടെടുപ്പിൽ എപ്രകാരം പ്രതിഫലിക്കുമെന്ന അങ്കലാപ്പ് UDF നേതൃത്വത്തെ വിട്ടൊഴിഞ്ഞിട്ടില്ല. സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കൈയൊഴിഞ്ഞെന്ന ഗുരുതര ആരോപണം മുതൽ തകർന്ന സാമ്പത്തിക രംഗവും വിലക്കയറ്റവും ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകളും ശബരിമല സ്വർണ്ണക്കൊള്ളയും വരെ ഉയർത്തി LDFനെ പ്രതിരോധത്തിലാക്കാമെന്ന UDF പ്രതീക്ഷയ്ക്കേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയായി രാഹുൽ വിഷയം. തത്വമസി എന്ന് നമ്മളോട് പറയുകയാണ് പിണറായി വിജയൻ. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഇവിടെ കോടതിയുടെ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു. നമ്മൾ ഒറ്റക്കാര്യം ആലോചിക്കണം. പരിപാവനമായ പവിത്രമായ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ കതകും കട്ട്ളയും ദ്വാരപാലക ശില്പവും കട്ടെടുക്കാൻ തയ്യാറായവർ ഖജനാവിൽ കയറി എന്തുമാത്രം കട്ട് കാണും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. കൊള്ളക്കാരാണ് അവർ. കേരളത്തെ തകർത്തു, ഖജനാവ് കാലിയാക്കി. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. എന്താ പൈസയില്ല. 6 ലക്ഷം കോടിയുടെ കടവുമായിട്ടാണ് അടുത്ത വർഷം ഗവൺമെന്റ് ഇറങ്ങാൻ പോകുന്നത് പുറത്തേക്ക്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ പോകുന്നവൻ കത്രികയും നൂലും സൂചിയും ഇപ്പൊ പഞ്ഞിയും കൂടി മേടിച്ചുകൊണ്ട് പോകണം. പഞ്ഞി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ഇവര് തകർത്ത് തരിപ്പണമാക്കി. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ പദ്ധതിയിൽ 1800 കോടി കടം. എല്ലാം ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിന്. എന്തിനാ? കഴിഞ്ഞ 10 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1-ാമത്തെ സംസ്ഥാനം കേരളം. വികസനവും ക്ഷേമവുമാണ് തിരഞ്ഞെടുപ്പിലെ വിഷയമെന്ന് കാലേക്കുട്ടി പ്രഖ്യാപിച്ച LDF ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകളിലെ മികവ് മുതൽ അതിദാരിദ്ര്യമുക്ത കേരളവും ക്ഷേമ പെൻഷനിലെ വർധനയും വരെ വിഷയങ്ങളാക്കി. കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ ഈ ഗവൺമെന്റിൽ സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട്, എല്ലാ അരാജകത്വങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 9 വർഷത്തിൽ പരമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുകയാണ്. വാഗ്ദാനങ്ങൾ പാലിച്ച് കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് കേരളത്തിലെ ജനതയുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന ഗവൺമെന്റാണ് സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് പവർ കട്ട് ഇല്ലാതാക്കിയ ഒരു ഗവൺമെന്റാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിയ ഗവൺമെന്റാണ്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആരോഗ്യ സംരക്ഷണ രംഗം സംരക്ഷിച്ച ഗവൺമെന്റാണ്. എങ്കിലും UDFന്റെ വെൽഫെയർ പാർട്ടി ബന്ധവും മറ്റും ചൂണ്ടിക്കാട്ടി വർഗീയ മുന്നണി എന്ന പ്രചരണവും തുടർന്ന് വീണുകിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും UDFനെതിരെ ആയുധമാക്കാൻ മടിച്ചതുമില്ല. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലെ സ്വാധീന മേഖലകൾ വിപുലപ്പെടുത്തുകയും കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായ വർദ്ധിച്ച പിന്തുണ സീറ്റാക്കുകയുമാണ് NDA ലക്ഷ്യമിടുന്നത്. വികസിത കേരളം എന്ന ലക്ഷ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ കൈവരിക്കുകയെന്ന അജണ്ടയിലൂന്നി പ്രചരണം നയിച്ച BJP ശബരിമല സ്വർണ്ണക്കൊള്ളയെയും വിഷയമാക്കി. വളരെ പ്രഗത്ഭനായ ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനെ അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി ജനങ്ങളെ കണ്ണിൽ പൊടിയിടാമെന്ന് മാത്രമാണ് സർക്കാർ തീരുമാനിച്ചത്. ഒരു വശത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ
പ്രധാനപ്പെട്ട പല ആളുകളെ സംബന്ധിച്ചും അന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. കോട്ടയം, ഇടുക്കി ജില്ലയിൽ ക്രിസ്ത്യൻ വോട്ടർമാരിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളും BJP പയറ്റി. ത്രിതല പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ തുടർന്നുണ്ടായ അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യത്തെ ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ വികസനത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഇടപെടലുകളിലും കൃഷിയുടെ പുനരുജ്ജീവനത്തിലും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും മികച്ച പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും തെളിയിച്ചു. അംഗൻവാടികളുടെ പ്രവർത്തനം മുതൽ പാലിയേറ്റീവ് കെയർ വരെയുള്ള ഇടപെടലുകളിലൂടെ ജനജീവിതത്തിന് കരുതലാകാൻ കഴിയുമെന്നതിന് കാര്യക്ഷമതയും പ്രതിബദ്ധതയും കർമ്മശേഷിയുമുള്ള പൊതുപ്രവർത്തകരാൽ നയിക്കപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഉദാഹരണങ്ങളായി. കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളുടെ അവലോകനത്തിൽ കോട്ടയം ജില്ലയിൽ ഉന്നത നിലവാരം പുലർത്തിയ പഞ്ചായത്തുകളെയും അതുപോലെ തന്നെ പ്രതീക്ഷ അസ്ഥാനത്തായ ചില പഞ്ചായത്തുകളെയും പരാമർശിക്കാതെ വയ്യ. ഗുണപരമായ ഇടപെടലുകളിലൂടെ ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും അഭിവൃദ്ധിയിലേക്ക് നയിച്ച് സംസ്ഥാനത്തെ തന്നെ മികച്ച പഞ്ചായത്തായ എലിക്കുളവും ടൂറിസത്തെ അടിസ്ഥാന വിഭാഗങ്ങളുടെ അഭിവൃദ്ധിക്കായി പ്രയോജനപ്പെടുത്തിയ തിരുവാർപ്പ്, മറവൻതുരുത്ത് പഞ്ചായത്തുകളും അതിന് ഉദാഹരണങ്ങളാകുന്നു. ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെട്ട് അഭിവൃദ്ധിയിലേക്ക് നയിച്ച കോട്ടയം ജില്ലയിലെ പഞ്ചായത്തുകളിൽ മുൻപന്തിയിലാണ് എലിക്കുളം, തിരുവാർപ്പ്, വാഴൂർ പഞ്ചായത്തുകൾ. കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള പുരസ്കാരം ആദ്യം നേടിയത് എലിക്കുളമാണ്. നെൽകൃഷി പ്രോത്സാഹനത്തോടൊപ്പം ജില്ലയിലെ സജീവമായ കർഷക വിപണിയും എലിക്കുളത്താണുള്ളത്. കൂടാതെ സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന അവാർഡ് സംസ്ഥാനത്ത് ആദ്യമായി കരസ്ഥമാക്കിയതും എലിക്കുളം തന്നെ. വയോജനക്ഷേമത്തിനായി ഏർപ്പെടുത്തിയ മികവാർന്ന പ്രവർത്തനമാണ് ഇവിടെ പരിഗണിക്കപ്പെട്ടത്. വാർഡുകളിൽ വയോജന ക്ലബ്ബ് രൂപീകരിച്ചു. വയോജന കലാമേള, ടൂർ പ്രോഗ്രാം, നിറവ് അറ്റ് 60 അങ്ങനെ നീളുന്നു വയോസേവന അവാർഡിനെ പരിഗണിക്കപ്പെടുന്നതിനുള്ള കാര്യങ്ങൾ. അതിനകത്ത് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റും ഒക്കെ ബോധപൂർവമായ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 41.5 ഏക്കർ സ്ഥലം പരിപൂർണമായും കതിരണിയുകയും അവിടെ എലിക്കുളം റൈസ് ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന, പഞ്ചായത്തിന്റെ സ്വന്തമായ അരി ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നു. പലപ്പോഴും വയോജനങ്ങളുടെ ഇടയിലുള്ള ആത്മഹത്യകളടക്കം 6 ആത്മഹത്യകൾ നടന്ന മേഖലകളിലെ പഞ്ചായത്തിൽ ഇന്ന് ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമായി അവരെ കൊണ്ട് ടൂർ പോവുകയും അവരുടെ കലാപരിപാടികൾ വെക്കുകയും അവരുടെ ഡിപ്രഷൻ ഇല്ലാത്ത രീതിയിൽ അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ശ്രമം വയോജനങ്ങളുടെ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള മേഖലയിൽ, ഭിന്നശേഷിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുന്ന സംഗതി, അവരുടെ കുടുംബത്തിൽ ഭിന്നശേഷിയായ ഒരാളുണ്ടായിരിക്കും. പക്ഷെ ആ ആളെ അവരുടെ കുടുംബാംഗങ്ങൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഞാനൊരു അധികപ്പറ്റാണോ. പക്ഷെ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ ചേട്ടനോ സഹോദരന്മാരോ അധ്വാനിച്ചു കൊണ്ടുവന്ന ഒരു വിഹിതമാണ് അവർ കഴിക്കുന്നത്. പക്ഷെ അവരുടെ തോന്നൽ അവർ അധികപ്പറ്റാണ് എന്നൊരു തോന്നലാണ്. ഞങ്ങൾ അവരെ കൊണ്ടൊരു പഞ്ചായത്ത് ടൂർ പോവുകയും അവരുടെ കലാപരിപാടികളൊക്കെ വെക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, പഞ്ചായത്ത് ഞങ്ങളുടെ ഒരു കഴിവിന് എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു തരാനുള്ള ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തില് വയോജനങ്ങളുടെ ഭിന്നശേഷിക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് മാജിക് വോയിസ് എന്നുള്ളൊരു ഗാനമേള ട്രൂപ്പിന് രൂപം നൽകി. അതുപോലെ തന്നെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തും നാടിന്റെ അഭിവൃദ്ധി ലക്ഷ്യമാക്കി പ്രവർത്തിച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ്. ഇതിലാദ്യം എടുത്തു പറയേണ്ടത് മലരിക്കലിലെ ആമ്പൽ വസന്തമാണ്. ഒരു ഗ്രാമത്തെ തന്നെ ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്താൻ മലരിക്കൽ ആമ്പൽ വസന്തത്തിന് കഴിഞ്ഞു. ഈ സീസണിൽ ലോകശ്രദ്ധ നേടാനും ആമ്പൽ വസന്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിലെ പ്രമുഖ ദിനപത്രമായ ഫ്രാൻസ് 24-ൽ മലരിക്കലിലെ ആമ്പൽ വസന്തത്തെക്കുറിച്ച് വാർത്ത വന്നിരുന്നു. 1800 ഏക്കർ വരുന്ന പാടശേഖരത്താണ് ആമ്പൽ വസന്തം. ഇക്കുറി വിവിധ മേഖലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനവും നാട്ടുകാർക്കുണ്ടായി. ഇത്തരത്തിൽ ചെറുതെങ്കിലും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വാഴൂർ പഞ്ചായത്തിനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും വാഴൂരിലെ വലിയ തോട്ടിൽ നടത്തുന്ന നക്ഷത്ര ജലോത്സവം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പൊതുവെ പ്രകടമായ ഈ ജനകീയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പിലും പ്രകടമായിട്ടുണ്ട്. അതിന്റെ ഗുണം ഒരു പരിധിവരെ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് LDF പ്രതീക്ഷ പുലർത്തുന്നുമുണ്ട്. എങ്കിലും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും കെടുകാര്യസ്ഥത കൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച ചിറക്കടവ് പഞ്ചായത്ത് പോലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ പാർട്ടി രാഷ്ട്രീയം മാത്രമല്ല മികച്ച ജനസേവനത്തിന് അടിത്തറയാകുന്നത് എന്നത് വ്യക്തമാക്കുന്നു. പൊൻകുന്നം ടൗണിൽ നോക്കുകുത്തി എന്ന പോലെ നിൽക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടവും ശൂന്യമായ വ്യവസായ സംരംഭങ്ങളുമൊക്കെ കാര്യക്ഷമതയുടെ സ്ഥാനം കെടുകാര്യസ്ഥത കയ്യേറിയാലുണ്ടാകുന്ന ദുരന്തത്തിന്റെ ഉദാഹരണങ്ങളാണ്. നിരവധി അവാർഡുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ പോയ പഞ്ചായത്തുകളിൽ മുൻപന്തിയിലാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്ത്, ജൈവ പഞ്ചായത്ത് തുടങ്ങി നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനമുള്ള പദ്ധതികളുടെ അപര്യാപ്തത കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ മങ്ങലേൽപ്പിക്കുകയാണ് ചിറക്കടവ് ചെയ്തത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ടൗണിനോട് ചേർന്ന് നോക്കുകുത്തിയായി നിൽക്കുന്ന ചിറക്കടവ് കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സ്.
നബാർഡിൽ നിന്നുള്ള 5 കോടിയോളം രൂപ അനുവദിച്ചാണ് കെട്ടിടം പണിതത്. ദേശീയപാതയോരത്ത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് 3 നിലകളിൽ കെട്ടിട സമുച്ചയം പണിതത്. 2018 ഡിസംബറിൽ അന്നത്തെ ഭരണസമിതി തറക്കല്ലിട്ട് പണി തുടങ്ങിയപ്പോൾ 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ ആഴ്ച കൊണ്ട് ബിൽഡിംഗ് മൊത്തം തന്നെ പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റും. ഈ മാസം അവസാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബഹുമാന്യായ ശ്രീ AC മൊയ്തീൻ അദ്ദേഹം ഇതിന് നിർമ്മാണോദ്ഘാടനം നടത്തുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ ടെൻഡറെല്ലാം ആയി കഴിഞ്ഞു. പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കും. 1 വർഷത്തിനകം തന്നെ ഈ പണി പൂർത്തീകരിക്കും എന്നാണ് പ്രതീക്ഷ. എന്നാൽ 2020 വർഷാവസാനമാണ് ആദ്യഘട്ടം പൂർത്തിയായത്. പിന്നീട് വന്ന ഭരണസമിതിയാവട്ടെ 5 വർഷം കൊണ്ടാണ് പണികൾ ഇഴച്ച് 2025 തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് തൊട്ടു മുൻപ് പണി പൂർത്തിയാക്കിയത്. എങ്കിലും വെള്ളവും വൈദ്യുതിയും ഒന്നും പൂർണ്ണമായും എത്തിക്കാൻ സാധിച്ചിട്ടുമില്ല. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതിനാൽ 1/2 കോടിയോളം രൂപ ലാപ്സായി പോയതായും പഞ്ചായത്ത് സ്വയം ഫണ്ട് കണ്ടെത്തിയതായും പിന്നാമ്പുറ വർത്താനവുമുണ്ട്. പിന്നെയുമുണ്ട് കഴിവുകേട് മൂലം പ്രയോജനമില്ലാതെ പോയ പദ്ധതികൾ. പഞ്ചായത്തിന്റെ കീഴിൽ തുടങ്ങിയ ചിപ്രോ യൂണിറ്റ് ലക്ഷങ്ങൾ മുടക്കിയിട്ടും കർഷകർക്ക് പോലും പ്രയോജനപ്പെടാത്ത പദ്ധതിയായി മാറി. തെക്കേത്ത് കവലയ്ക്ക് സമീപം പണിതുയർത്തിയ ടേക്ക് എ ബ്രേക്കും ഉദ്ഘാടന മാമാങ്കം നടത്തിയെങ്കിലും ഇതുവരെയും തുറന്നിട്ടില്ല. പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നിർമ്മിച്ച പാർക്കിംഗ് ഗ്രൗണ്ടും കാണേണ്ട കാഴ്ചയാണ്. മുൻകാലത്ത് BJPയുമായി ചേർന്ന് മുന്നണി ഉണ്ടാക്കിയതിനെ തുടർന്ന് അണികളിൽ ചോർച്ചയുണ്ടായ കോൺഗ്രസ് കൂടുതൽ ദുർബലമായതും കേരള കോൺഗ്രസ് M കൂടെയുള്ളതും പക്ഷേ CPMന് ചിറക്കടവിൽ ഇപ്പോഴും സാധ്യത നൽകുകയും ചെയ്യുന്നു. മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുന്ന മത്സര രംഗത്ത് യുവതലമുറയുടെ സാന്നിധ്യവും പ്രകടമാണ്. ആളും അർത്ഥവും കൊണ്ട് സംസ്ഥാനത്താകെ പ്രചരണ രംഗത്ത് മുന്നിൽ നിന്നത് LDF ആണെന്നതിൽ സംശയമില്ല. തൊട്ടു പിന്നിൽ NDAയുമുണ്ട്. പണത്തിന്റെ കുറവും സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യവും UDFനെ വലയ്ക്കുന്നുണ്ട്. അത് പ്രചരണത്തെ ബാധിക്കാതിരിക്കാൻ മുന്നണി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ അടിത്തറ തകർന്നിട്ടില്ല എന്നതും മുൻപ് CPMനൊപ്പം നിന്ന ഒരു വിഭാഗം മതേതര പുരോഗമന ചിന്താഗതിക്കാർ നിശബ്ദമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സാധാരണ മിണ്ടാത്ത ആളുകൾ പോലും നിങ്ങൾ നന്നായി പ്രവർത്തിക്കണമെന്നും ജയിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ജയിക്കണം എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട നിങ്ങളൊന്ന് ചിരിച്ചോ, ദേഷ്യപ്പെടണ്ട. കാരണം അവരിൽ പലരും വോട്ട് ചെയ്യാൻ പോകുന്ന നമുക്ക് ഇടതുപക്ഷ സഹയാത്രികരായി പല കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കാണ്. മടുത്തു എല്ലാവരും. വ്യക്തിബന്ധങ്ങളും സ്ഥാനാർത്ഥികളുടെ മികവുമൊക്കെ ഘടകങ്ങളാകുമെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും രാഷ്ട്രീയം തന്നെ മുഖ്യ ഘടകം. മികച്ച സംഘടനാ സംവിധാനവും മികച്ച സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും പണമടക്കമുള്ള വിഭവങ്ങളുടെ പിൻബലവും തുടർ ഭരണത്തിലിരിക്കുന്ന LDFന് കരുത്താണ്. സംഘടനാ സംവിധാനത്തിന്റെയും സ്ഥാനാർത്ഥികളുടെ മികവിന്റെയും പണത്തിന്റെയും പോരായ്മകളുണ്ടെങ്കിലും UDFന്റെ അടിത്തറയ്ക്ക് കാര്യമായ കോട്ടമുണ്ടായിട്ടുമില്ല. അട്ടിമറി ശക്തിയാകാൻ തക്കവിധം NDA വളർന്നിട്ടുമില്ല. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള സമവാക്യങ്ങൾ അല്പസ്വല്പ വ്യത്യാസങ്ങളോടെ തുടരുമെന്ന് തന്നെയാണ് സൂചന. വിശകലനത്തിൽ ലഭിച്ച സൂചനകൾ ഇതെങ്കിലും പ്രബുദ്ധരായ ബഹുജനം കരുതി വെച്ചത് എന്തൊക്കെയെന്ന് ശനിയാഴ്ച വ്യക്തമാകും. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുള്ള പ്രത്യേക ബുള്ളറ്റിൽ വീണ്ടും കാണാം. നമസ്കാരം.